ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ജോത്സ്യരുടെ പ്രശ്നം പറ. രാജു, അംബിക മേഡം എന്നോട് ചോദിച്ചു ഈ ചടങ്ങ് മുടക്കാൻ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന്. ചടങ്ങ് മുടക്കാനോ? അതെന്തിനായിരിക്കും? അംബിക മേഡവും ദീപക് സാറും ആയിരുന്നോ? ഞാൻ ഓർത്തു വേറെ ആരെങ്കിലും ആയിരിക്കും. മേഡം എന്താ ഈ വഴിക്ക്? ഞാൻ ജോത്സ്യരെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. ആണോ? എന്താ അംബിക മേഡം കാര്യം? ജോത്സ്യരെ, ഞാൻ വളച്ചൊടിക്കാതെ കാര്യം പറയാം. ജോത്സ്യരെ ഞാൻ ഇന്നലെ വിളിച്ച് വരാൻ പറഞ്ഞത് കുടുംബക്ഷേത്രത്തിലെ കാവില് നടക്കുന്ന ചടങ്ങിന്റെ സമയം കുറിക്കാനാണ്. ആ ചടങ്ങിന്റെ നേരം കുറിക്കുമ്പോ ജോത്സ്യര് കുറച്ച് തടസ്സങ്ങളുണ്ടെന്ന് പറഞ്ഞ് തൽക്കാലത്തേക്ക് അതൊന്ന് മുടക്കി തരണം. അല്ല അംബിക മേഡം, ക്ഷേത്രത്തിലെ ചടങ്ങുകളൊക്കെ മുടക്കുക എന്ന് പറയുമ്പോ ഇതെങ്ങനെ നാട്ടുകാരും ആ കരയും ഈ കരയും 2-3 കരകളും നടത്തുന്ന ഉത്സവമൊന്നും അല്ലല്ലോ. ഒരു കുടുംബക്ഷേത്രത്തിലെ കാവിലെ കുടുംബക്കാര് നടത്തുന്നതല്ലേ. അതൊന്നും നീട്ടിവെക്കുന്നതിൽ എന്താ ജോത്സ്യരെ പ്രശ്നം ഇരിക്കുന്നേ? അംബിക മേഡം, ദൈവകോപം ഉണ്ടാക്കും. അത് കുടുംബത്തെ അല്ലേ ബാധിക്കുക? ദൈവകോപമൊന്നും ഉണ്ടാവില്ല. തൽക്കാലം ഇപ്പൊ വേണ്ടെന്നേ ഉള്ളൂ. അത് നമുക്ക് 1 മാസം കഴിഞ്ഞ് നടത്താം. അയ്യോ മേഡം, അങ്ങനെ പാടില്ല. എല്ലാ വർഷവും നമ്മൾ നടത്താറുള്ള ദിവസം തന്നെ അത് നടത്തണം. എനിക്ക് തോന്നുന്നത് അനിശ്ചിതമായ ദിവസം ഇങ്ങടുത്തിരിക്കുന്നു എന്നാണ്. താനേ, ഞാൻ പറയുന്നത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യേ. തനിക്ക് ഞാൻ കുറച്ച് കാശ് വേണമെങ്കിൽ തരാം. അയ്യോ മേഡം, എനിക്ക് കാശൊന്നും വേണ്ട. അതുകൊണ്ടൊന്നുമല്ല. ധർമ്മത്തിന് വിരുദ്ധമായി ഒന്നും ചെയ്യാൻ പാടില്ലെന്നാ ഞാൻ പഠിച്ചിരിക്കുന്നേ. എന്ത് ന്യായം, എന്ത് നീതി? എല്ലാത്തിലും വലുത് കാശല്ലേ? അതെ, താൻ ഞാൻ പറയുന്നത് പോലെ അങ്ങ് കേട്ടാ മതി. അല്ലെങ്കിലേ ഞാൻ മറ്റേതെങ്കിലും ജോത്സ്യന്മാരെ ഏർപ്പാട് ചെയ്തോളാം. അങ്ങനെയാണെങ്കിൽ മേഡം അങ്ങനെ ചെയ്തോളൂ. അതാവും നല്ലത്. അമ്മേ, ഇയാളെ അങ്ങനെ അങ്ങ് വിട്ടുകളഞ്ഞാലേ ഇയാള് ചിലപ്പോ അമ്മമാരോടങ്ങനെ പോയി പറഞ്ഞാലോ, അത് പ്രശ്നമാവില്ലേ? ആ അതെ, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഇത് അംബികയുടെ ഉത്തരവാ. ജോത്സ്യർക്ക് വേണമെങ്കിൽ അനുസരിക്കാം, അനുസരിക്കാതിരിക്കാം. അനുസരിക്കാതിരുന്നാൽ അതിന്റെ ഫലം എന്താന്ന് അറിയാലോ. അറിയാം മേഡം. അപ്പോ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോ ഈ വർഷം ഈ സമയത്ത് കാവിലെ ചടങ്ങ് നടക്കാൻ പാടില്ലെന്ന് എന്റെ അനിയനോട് ജോത്സ്യം പറഞ്ഞാൽ മാത്രം മതി. ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. ശരി മേഡം. അപ്പൊ എങ്ങനെയാ, നേരെ വീട്ടിലേക്ക് പോവല്ലേ? എന്നാ വാ, കാറി കയറ്. വേണ്ട മേഡം, ഞാൻ നടന്നോളാം. ശരി, താനെന്നാ നടന്ന് വേഗം ചെല്ലേ. ഞങ്ങൾക്ക് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്. അതും കഴിഞ്ഞ് ഞങ്ങളങ്ങ് വന്നേക്കാം. ശരി മേഡം. എന്റെ ഈശ്വര, ഇത് പ്രശ്നമാവൂ? ദൈവമേ, ഇതാകെ പുലിവാലായല്ലോ. അംബിക മേഡം എന്നോട് അങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെടുകയും ചെയ്തു. എന്റെ തൊഴിലിന് വിരുദ്ധമായിട്ട് ഞാൻ ഇതുവരെ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുമില്ല. ഇതിപ്പോ ഒരു നുണ പറയേണ്ട അവസ്ഥയിലാണല്ലോ. അത് വർമ്മ സാറിനെ പോലെ ഒരു വലിയ ആളിനോട്. ഞാൻ എന്ത് ചെയ്യും ഈശ്വര? എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ. രാജു അല്ലേ ഇത്? രാജുവിനോട് ഇക്കാര്യം സംസാരിക്കാം. പ്രശ്നമാവൂ? എന്ത് പ്രശ്നം വന്നാലും രാജുവിനോട് ഇക്കാര്യം സംസാരിക്കാം. രാജു ഇതിനെന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കില്ല. രാജു, ജോത്സ്യരെന്താ ഈ വഴിക്ക്? അല്ല, വർമ്മ സാറിന്റെ കുടുംബക്ഷേത്രത്തിൽ
ചടങ്ങ് നടത്തണമെന്ന് പറഞ്ഞിരുന്നു. ആ അതിനുവേണ്ടി ഒരു ദേവപ്രശ്നം വെക്കണം, അതിനുള്ള സമയം കുറിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ വന്നതാ. ആഹാ, വന്നോളൂ, അതേക്ക് വരൂ. അല്ല രാജു, എനിക്ക് രാജുവിനോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ ജോത്സരെ? രാജു, ഞാൻ പറയുന്നത് ക്ഷമയോടെ കേൾക്കണം. ഞാനൊരു വലിയ ആശയക്കുഴപ്പത്തിലാ. ജോത്സര് കാര്യം പറയേ, എന്തുപറ്റി? അത് എന്നെ ശരിക്കും ഇങ്ങോട്ട് ക്ഷണിക്കാൻ വർമ്മ സാർ ഏൽപ്പിച്ചിരിക്കുന്നത് അംബിക മേഡത്തെയാണെന്ന് തോന്നുന്നു. ആ ആണെന്ന് തോന്നുന്നു. സാധാരണ എന്നോടാണ് ഇക്കാര്യങ്ങളൊക്കെ പറയാറുള്ളത്. പക്ഷേ എന്നെ ഇക്കാര്യം അറിയിച്ചിരുന്നില്ല. അതാണ് ജോത്സര് വന്നപ്പോ ഞാൻ കാര്യം അറിയാതെ നിന്നത്. ആ അംബിക മേഡത്തെ ആയിരിക്കും വർമ്മ സാർ ഏൽപ്പിച്ചിരിക്കുന്നത്. അതെ, അംബിക മേഡമാണ് എന്നെ കാണാൻ വന്നത്. അപ്പോ അംബിക മേഡം എന്നോട് ഇങ്ങോട്ട് വരാനും പറഞ്ഞു. അതിനെന്തു പറ്റി? അതിലെന്താ പ്രശ്നം? രാജു, അതല്ല പ്രശ്നം. അംബിക മേഡം എന്നോട് ഒരു കാര്യം ആവശ്യപ്പെടുകയും ചെയ്തു. എന്ത് കാര്യം? രാജു, ഞാൻ പറയുന്ന കാര്യം രാജു അംബിക മേഡത്തോട് പറയരുത്. എന്താ ജോത്സര് ഇത്? ജോത്സര് എനിക്കറിയാവുന്നതല്ലേ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയ്, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഞാൻ അംബിക മേഡത്തോട് ഒന്നും പറയാൻ നിൽക്കില്ല. ജോത്സരുടെ പ്രശ്നം പറ. രാജു, അംബിക മേഡം എന്നോട് ചോദിച്ചു ഈ ചടങ്ങ് മുടക്കാൻ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന്. ചടങ്ങ് മുടക്കാനോ? അതെന്തിനായിരിക്കും മേഡം അങ്ങനെ ചടങ്ങ് മുടക്കാൻ ആവശ്യപ്പെട്ടത്? അതാണ് രാജു എനിക്ക് മനസ്സിലാകാത്തത്. എന്റെ അറിവ് വെച്ച് ഈ ചടങ്ങിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ ഈ വീട്ടിലെ പുതിയ അവകാശിയെ വിവാഹം കഴിച്ച രാജുവിനും ഈ ചടങ്ങിൽ വളരെയേറെ പ്രാധാന്യമുണ്ട്. അപ്പോ അതുകൊണ്ടായിരിക്കും അംബിക മേഡം എന്നോട് ഈ ചടങ്ങ് മുടക്കാൻ ആവശ്യപ്പെട്ടത്. അത് ശരി. രാജു, ഞാൻ എന്താ ചെയ്യേണ്ടത്? രാജു ഒരു കാര്യം ചെയ്യാമോ? എനിക്ക് പകരം വേറൊരു ജോത്സ്യനെ അറേഞ്ച് ചെയ്യാമോ? ഞാൻ ഇതിനിടയിൽ നിൽക്കുന്നില്ല. രാജുവിനറിയാലോ ഞാനൊരു സാധുവാ. ഹേയ്, എന്താ ജോത്സര് ഇത്? അങ്ങനെയൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അറിയാലോ, ഇതേ വർമ്മ സാറിന്റെ വീടാ. ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അദ്ദേഹമാ. അംബിക മേഡം അങ്ങനെ അംബിക മേഡത്തിന്റെ ഒരു ആഗ്രഹം പറഞ്ഞു എന്ന് വെച്ച് ജോത്സര് അങ്ങനെ മേഡത്തിന്റെ ഇംഗിതത്തിന് വഴങ്ങേണ്ട കാര്യമൊന്നുമില്ല. എന്താ രാജുവിന്റെ അഭിപ്രായം? എന്റെ അഭിപ്രായത്തില് ഈ ചടങ്ങ് നടക്കണം. അതെന്റെ ഒരു അപേക്ഷ കൂടിയാ. ജോത്സര് മുടക്കൊന്നും പറയാതെ വർമ്മ സാർ പറഞ്ഞതുപോലെ സമയം കുറിക്കണം. കാരണം ഇവിടെ നടക്കാനിരുന്ന 1-2 ഫംഗ്ഷൻസ് ചെറിയ പ്രശ്നത്തിലായതാ. സാർ ആഗ്രഹിച്ചതുപോലെ ഫംഗ്ഷൻസ് നടക്കാതെ അതിന് മുടക്കം വന്നതില് സാറിന് വല്ലാത്ത വിഷമമുണ്ട്. ഇനിയിപ്പോ അതുകൊണ്ട് ഞാൻ ആ ചടങ്ങിന് മുമ്പിൽ നിൽക്കുന്ന കാരണം കൊണ്ട് മാഡം ആ ചടങ്ങ് മുടക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ വർമ്മ സാറിന് വീണ്ടും വിഷമാവും. അതുകൊണ്ട് ജോത്സര് ഈ ചടങ്ങിന് സമയം കുറിച്ചിട്ടേ പോകാവൂ.